ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം രാവിലെ 4 മണിയാണേ. അപ്പം നമ്മളിപ്പോൾ രാവിലെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഈ മുമ്പിൽ നിന്ന് കാർ ഓടിക്കുന്ന ഗോകുലേട്ടൻ്റെ കല്യാണമാണ് ഞായറാഴ്ച. അപ്പം ഗോകുലേട്ടൻ്റെ ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇവർ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ പിക്കാക്കിയിട്ടാണ് പോകുന്നത്. അപ്പം രാവിലെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ട് അപ്പം നമ്മൾ ഓരോ ഹോട്ടലും തപ്പി പോവാന്ന്. ഓരോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തുമ്പം അവിടെ വേണ്ട ഇവിടെ വേണ്ട ആ ഒരു നാലാളും തമ്മിലൊരു ഇതിൽ ഏത് ഹോട്ടലിലും കയറാതെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല അത്യാവശ്യം സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടുണ്ടായത്. അപ്പോൾ ഇവരൊന്നും എനിക്കിപ്പോൾ ക്യാമറ ഞാൻ കൊണ്ടുപോകുമ്പോൾ മുഖം തീരുന്നില്ല. ഗൈസ്, ഞാൻ യൂട്യൂബിലിടുന്നു പറഞ്ഞിട്ടാണ് ഇവർ മുഖം തീരുന്നില്ല. ഫൈനലി ഞാൻ അവളെ ചില്ലി വിളിക്കുന്നുണ്ട്, അവൾ മുഖം തരാൻ വേണ്ടിയിട്ട്. ഫൈനൽ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ എന്തായാലും നല്ല വലിയ രീതിയിലുള്ള കടിയൊന്നും തിന്നാൻ കിട്ടില്ല. അപ്പം എന്താടി ഉണ്ടാവില്ലെന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ, അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ എന്നാന്ന് തിന്നാനില്ലേന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ടേ കൈയൊന്നും കഴുകുന്ന ശീലമില്ലാന്ന് തോന്നുന്നു. ഗോകുലേട്ടൻ ഫസ്റ്റ് പോയിട്ട് അവിടെ ഇരുന്നു കൈയൊന്നും കഴുകാണ്ട്. നമ്മളെ ചെക്കനുണ്ട് പോയിട്ട് അതൊരു കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ താടിയും കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗോകുലേട്ടന് അത്യാവശ്യം ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമറയ്ക്ക് മുഖം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്വന്തം മുഖം നോക്കിയപ്പോൾ ഇവിടെ ഒരു തിളക്കം കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ മുഖം നല്ല രസമുണ്ടല്ലേ എന്ന് പറയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഫൈനലി പത്തിരിയും സമൂസയാണ് കിട്ടിയിട്ടുണ്ടായത്. ചായയെല്ലാം കുടിച്ചതിന് എയർപോർട്ടിൻ്റെ എൻട്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായിക അകത്തിരുന്ന് കഥാനായകനെ കാണുന്നില്ലല്ലോ, എപ്പോൾ എത്തും, ഏട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവാണേ. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയതിന് ശേഷം അവിടെയുള്ള കുറച്ച് രംഗങ്ങൾ അവരറിയാതെ ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളെ കഥാനായകനെ നോക്കി നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ കഥാനായകനെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇതാ വന്നിരിക്കും നമ്മളെ കഥാനായകൻ സൂരജേട്ടൻ. അപ്പം ഇനി എല്ലാവരും പിക്കാക്കി ഇപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് എന്തോ കൊടുക്കാൻ കോഴിക്കോടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയായാലും വീട്ടിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അവർ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഗൈസ്, ഇവരൊന്നും എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പിടിതരുന്നില്ല. ഇപ്പോൾ ഇതാ പോകുന്നു ഗോകുലേട്ടൻ. ആര് വന്നാലും ശരി പെട്ടിയും കൊണ്ട് പോവാണെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇവർക്ക് കുറച്ച് ഒരു ഇത് കൊടുക്കണല്ലോ, പ്രൈവസി. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മാറി നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ഗോകുലേട്ടൻ ഒന്ന് പെട്ടി പിടിക്കാൻ പാടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് സൂരജേട്ടൻ പാവ പിന്നെയും പോയി പെട്ടി പിടിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ബോഡി മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് ഇനി പോവേണ്ട തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനിടയിൽ കല്യാണത്തിൻ്റെ ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളവിടെ എയർപോർട്ടിൽ അവർക്ക് വേണ്ടിയിട്ട് സഹായമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഏട്ടൻ നമുക്ക് മുഖം തരുതേയില്ല, യൂട്യൂബിൽ ഇടണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ വരുന്ന വീഡിയോ ഒന്നും എടുക്കേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒന്നും വലിയ രീതിയിൽ കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടുന്ന് എന്നാ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചെക്കൻ പിന്നെയും കണ്ണാടി കണ്ടിട്ടുണ്ട്, മുടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് തലക്കൊക്കെ കൈവച്ചിട്ട് നിൽക്കുവാണ് അവിടെ ഇരുന്നിട്ട് നീ വീഡിയോ ഒന്ന് നിർത്തുന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. പിന്നെ ഒരുമാതിരി അലിഞ്ഞ എക്സ്പ്രഷനൊക്കെ തരുന്നുണ്ട് ക്യാമറയും കൊണ്ടുപോകുമ്പോൾ. ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും നല്ല വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് ഫുഡ് എന്നാണെന്ന് നോക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യവും പറയുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ വ്യൂ കാണുന്നത് നല്ല കടൽ തീരമുണ്ട് ബാക്കിൽ. ഇപ്പം പിന്നെ നേരെ ഷിഫ്റ്റാക്കി പുറത്തോട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം അവർ ഓർഡറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി ആദ്യമേ നല്ല ലേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെയും ഞാൻ തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ കൊടുത്തപ്പോൾ ഫസ്റ്റ് ഇലയും ചമ്മന്തി ഇതൊക്കെ വളർത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ കൊടുത്ത ഓർഡർ മാറിപ്പോയിട്ടുണ്ടാവുമെന്ന്. നല്ല ഇലയിൽ ചമ്മന്തി, അച്ചാറ്, കച്ചമ്പറല്ലേ ഇത് വേറെ എന്തോ ഇങ്ങനെ ആ കച്ചമ്പറ കണക്കത്തെ. ഇപ്പം ബിരിയാണിയാണ് കേസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ പപ്പടത്തിൽ ഈ ചതയിട്ടുണ്ടായിരുന്നു, തിരിച്ചു കൊടുത്തു. തിരിച്ച് വന്നപ്പോൾ പോലെയല്ല തിരിച്ച് പോകുമ്പോൾ നല്ല കട്ട ബ്ലോക്കാണ്, കട്ട സീൻ. ഇനിയിപ്പോൾ എവിടെ പോകാനൊന്നും സമയമില്ല. ഈ ബ്ലോക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും സമയമാവും. അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയെന്നുണ്ടായത്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചാൽ മീൻ വാങ്ങണം വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തി മീൻ ഓർഡറും കൊടുത്തു. അപ്പോൾ അവർ തന്നെ അത് വൃത്തിയാക്കിയിട്ട് തരും. അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ്, അടുത്ത വീഡിയോയിൽ കാണാം.